നമസ്കാരം. അഡ്വക്കേറ്റ് പ്രശാന്തി ഗുരു. സർ, ഈ കഴിഞ്ഞ മണിക്കൂറിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വാർത്ത നടൻ സിദ്ദിഖിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും അദ്ദേഹത്തിന്റെ നടനെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ വലിയ ആശ്വാസകരം തന്നെയാണ്. ഒരു പീഡന പരാതിയിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ മുൻകൂർ ജാമ്യം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിന് സുപ്രീം കോടതി പറയുന്നത് 2016 8 വർഷം മുൻപ് നടന്ന സംഭവമാണ്. പരാതി കൊടുക്കാൻ ഇത്രയും വൈകി. അതിനുശേഷം 2 വർഷത്തിന് ശേഷം ആ പരാതിക്കാരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സിദ്ദിഖ് ഉൾപ്പെടെ 14 പേരുടെ പേരുകളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോസ്റ്റ് ഇട്ടത്. എന്നിട്ടും പോലീസിനെ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയുണ്ടായി. നമുക്കറിയാം ഈ സ്ത്രീക്ക് എത്രത്തോളം കരുതലാണ് നിയമം കൊടുക്കുന്നത് എന്നുള്ളത്. ഇത്തരം ഒരു പരാതിയുമായി ചെന്നാൽ നമുക്കറിയാം പോലീസിന് FIR ഇട്ടേ സാധിക്കൂ. മാത്രമല്ല, ആർക്കെതിരെയാണോ പരാതി അയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തണം. നോൺ വെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ടാണല്ലോ പലരും പിന്നീട് ഒളിച്ചു നടക്കുന്നതൊക്കെ. ഇത്രയും കരുതൽ നിയമം സ്ത്രീക്ക് കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പരമോന്നത നീതിപീഠം നടത്തേണ്ടി വരുന്നത് അത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നാണ്. കാരണം ഇത് ഒരു മിസ്യൂസ് ഓഫ് ലോ അല്ലെങ്കിൽ അബ്യൂസ് ഓഫ് ലോ സ്ത്രീകൾ പലപ്പോഴും ഈ ഒരു നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർക്ക് നിയമം കൊടുത്തൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് നടത്തുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ സുപ്രീം കോടതി ഇന്ന് അതിന്റെ അന്തിമമായ ജാമ്യ അപേക്ഷയിലുള്ള ഹിയറിംഗ് കേട്ട സമയത്ത് സുപ്രീം കോടതി അതിനകത്ത് പ്രധാനമായി നോക്കിയത്, അല്ലെങ്കിൽ അവിടെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മാത്രമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പീഡന പരമ്പരകളുടെ ഒരു പരാതി ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, അത്തരത്തിലുള്ള ഒരു പീഡന പരമ്പരകളുടെ ഒരു പരാതി പ്രളയമുണ്ടായിട്ടും ഈ പറയുന്ന സിദ്ദിഖിന്റെ കേസിലെ പരാതിക്കാരിയായ വിക്ടിം ഹേമ കമ്മിറ്റി മുമ്പിൽ പോലും ഒരു പരാതി പറയാൻ തയ്യാറായിട്ടില്ല. തന്നെയുമല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ചൂഷണങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ആദ്യം കമ്മീഷനായും പിന്നീട് കമ്മിറ്റിയായും മാറ്റിയ ഒരു റിപ്പോർട്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ പറയുന്ന ഈ കുട്ടി, അന്ന് ആ കുട്ടിക്ക് 19 വയസ്സാണെന്നാണ് ആ കുട്ടിയുടെ അഭിഭാഷക ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും ആ കുട്ടി ഒരിക്കലും ആ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോലും ഒരു പരാതിയുമായി വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് പലപ്പോഴും സുപ്രീം കോടതി ഇത്തരം ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുമ്പോൾ നോക്കുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷനെ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് പ്രതിക്ക് ജാമ്യം കൊടുത്താൽ ആ കേസിന്റെ തെളിവ് നശിപ്പിക്കപ്പെടുമോ, അല്ലെങ്കിൽ ആ കേസിനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ, ആ കേസിനെ ദുർബലമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്നുകൂടി സുപ്രീം കോടതി അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെ കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ 8 വർഷം മുമ്പുള്ള സംഗതിക്ക് മുൻപ് പോലീസിന് പരാതി കൊടുത്തിട്ടില്ല, ഹേമ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഹേമ കമ്മിറ്റിക്കും പോലീസിന് പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ ഇത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് പോലീസിനുണ്ടായില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കപ്പെട്ട ഒരു സംഗതി. ഇത് സിദ്ദിഖിന്റെ ആരാധകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിദ്ദിഖിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമെന്ന് പറയുമ്പോഴും ഒരു കേസിൽ ഒരിക്കൽ പോലും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ജില്ലാ കോടതിയോ ഒരു ബെയിൽ അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് അത് പ്രതിക്ക് അനുകൂലമെന്നോ അത് വാദിക്ക് വിക്ടിമിന് ദോഷമെന്നോ പറയാൻ പറ്റത്തില്ല. കാരണം ജാമ്യം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. പ്രത്യേകിച്ച് ഇത്രയും കാലതാമസം ഉണ്ടായ ഒരു കേസിനകത്ത് അദ്ദേഹത്തിന്റെ കേസിൽ പരിശോധിച്ചിട്ട് ഒരു ജാമ്യം കൊടുക്കുമ്പോൾ അത് വിക്ടിമിന്റെ ഒരു അവകാശങ്ങളെ പോലും അതിനകത്ത് ബാധിക്കാത്ത തരത്തിൽ, ഇപ്പം പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്, അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ബെയിൽ കണ്ടീഷനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ കേസിനകത്ത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. അത് ആദ്യം എനിക്ക് മുകുൾ റോത്തഗിയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മുകുൾ റോത്തഗിയെ പോലെയുള്ള ഒരു വലിയ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ മുതിർന്ന ഒരു അഭിഭാഷകൻ വരുമ്പോൾ മറ്റ് ഒരു സാധാരണ അഭിഭാഷകൻ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹം അവിടെ റേസ് ചെയ്യുകയും അത് പ്രതിക്ക് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.
സർ, അങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഈ പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ള സംശയങ്ങളാണ്. കാരണം ഈ കപിൽ സിബൽ അല്ലെങ്കിൽ മുകുൾ റോഹ്തഗി തുടങ്ങിയ ഹൈ പ്രൊഫൈൽ അഡ്വക്കേറ്റ്സ് ഹാജരാകുമ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഒരു പരിഗണന അവർ ആർക്ക് വേണ്ടി ഹാജരാകുന്നു അവരിലേക്ക് കൂടി പോകും എന്നുള്ള ഒരു സംശയം പലരും ഉന്നയിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വസ്തുതയുണ്ടോ? നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സീനിയർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ പാണ്ഡിത്യമുള്ള ആളുകൾ, ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ പ്രഭാഷണ കലയുടെ ആചാര്യനായിരുന്നു സുകുമാർ അഴീക്കോട്. ലീഡർ എന്ന് പറയുന്നത് കെ കരുണാകരനായിരുന്നു എന്ന് പറഞ്ഞ മുടക്ക് തന്നെ നിയമമേഖലയിലും ഞാനതുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല, ഒരു താരതമ്യം ചെയ്യുകയല്ല, അതിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. പക്ഷെ നിയമപരമായ ഒരു കാര്യത്തിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒരു മുതിർന്ന അഭിഭാഷകൻ തന്നെയല്ല, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ പ്രതിക്ക് സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്നുള്ള തരത്തിൽ വാദിക്കാനോ അതിനെ നന്നായി അവതരിപ്പിക്കാനോ, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അത് കുറച്ചുകൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനോ കഴിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവര് ഇത്രയും വലിയ ഫീസ് കിട്ടുന്ന, ഇത്രയും വലിയ ആളുകൾ ശ്രദ്ധിക്കുന്ന, ആളുകൾ ഒരു കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അഭിഭാഷകനായി മാറുന്നത്. അപ്പൊ അതിനകത്തൊരു അത്ഭുതത്തോടെ കാണേണ്ട ഒരു സംഗതിയല്ല. പക്ഷെ എന്നാൽ അതിനകത്തിൽ പലപ്പോഴും ഈ വലിയ അഭിഭാഷകർ എത്തുമ്പോൾ കോടതിയിൽ പലപ്പോഴും മറ്റ് പ്രതിക്ക് സാധാരണ പ്രതികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൃത്യമായി അവിടെ കിട്ടുകയും സാധാരണ ഒരു അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുമ്പോൾ അത് പലപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് സാധാരണ ഇത് കാണുന്ന ആളുകളിൽ ഒരു സംശയം ജനിപ്പിക്കുവാനും കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു സംശയം, ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച വലിയൊരു പ്രശ്നം അവർക്ക് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്ഥിതി പെരുമാറുന്നു എന്നുള്ളത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഗാഡ്ഗറ്റ്, ആ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഹാജരാക്കാൻ പറഞ്ഞിട്ടും ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വർഷങ്ങൾ കഴിയുന്തോറും ഒരു പരാതി അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന സംഭവം നടന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകുന്നത് ഈ സാഹചര്യ തെളിവുകൾ, ഒപ്പം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരുപക്ഷെ ഈ പരാതിക്കാരിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരിക്കില്ല, എങ്കിലും അത് ഈ അന്വേഷണത്തിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കില്ല. പ്രത്യേകിച്ച് ഗാഡ്ഗറ്റ്, നമുക്കറിയാം മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ ഈ ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം പോട്ടെ, ഒരു 5 വർഷം കൂടുമ്പോൾ മാറ്റുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് അവരെ പോലുള്ള ചലച്ചിത്ര താരങ്ങളും ഒക്കെ അതുമ്പോൾ തീർച്ചയായിട്ടുമാണ് അവർ ഈ ഗാഡ്ഗറ്റ്സ് ഒക്കെ പുതുതായിട്ട് വരുമ്പോൾ ഒരു പക്ഷെ അതിൽ ക്രേസ് ഉള്ളവരെയൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനത്തെ അവർക്ക് മാറ്റാൻ സാഹചര്യം കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഈ അന്വേഷണത്തിന് മുന്നിൽ വലിയ പ്രതിബന്ധമാവില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് കേസിനും, അത് പീഡന പരാതിയിലല്ല, അത് ഏത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിനും കാലതാമസം വരുമ്പോൾ പല തെളിവുകളും നഷ്ടപ്പെട്ടു പോകും, പല തെളിവുകളും അപ്രസക്തമാകും, പല തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും, പല ചെയിൻ ഓഫ് എവിഡൻസുകൾ തമ്മിൽ ലിങ്ക് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടില് എല്ലാവർക്കും അത്യാവശ്യം സാമാന്യ ബോധമുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആളുകൾ കുറച്ചുകൂടെ നിയമപരമായി ആണെങ്കിലും രാഷ്ട്രീയമായി ആണെങ്കിലും കുറച്ചുകൂടി പ്രബുദ്ധനാണ്. അപ്പം ഈ അവിടെയാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഈ കുട്ടി സോഷ്യൽ മീഡിയ വഴി ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ പോലീസിൽ പരാതി കൊടുക്കാൻ ഈ കുട്ടി തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് ഇതിനകത്തിലായി ലക്ഷ്മി ചോദിച്ച ആ ചോദ്യത്തിന്റെ യഥാർത്ഥമായ ഉത്തരവുള്ളത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു നടനുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു വലിയ പ്രചാരം കിട്ടുന്നത്, അല്ലെങ്കിൽ അത് ജനം ഉറ്റുനോക്കുന്നത്. നമ്മുടെ നാട്ടിൽപ്പെട്ട എത്രയോ സാധാരണക്കാരായ പെൺകുട്ടികൾ, അത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളായിക്കോട്ടെ പ്രായപൂർത്തിയായവരായിക്കോട്ടെ, അത്തരത്തിലുള്ള പീഡന പരമ്പരകൾ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാളയാർ കേസ് തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. നമ്മൾ ഈ സിദ്ദിഖിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് വാളയാർ കേസിൽ ആ കുട്ടികൾക്ക് നീതി കിട്ടിയിട്ടുണ്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ അതുപോലെ തന്നെ എത്രയോ പീഡനങ്ങൾ, എത്ര പീഡന പരമ്പരകൾ. ആ കേസിൽ ഏതെങ്കിലും കേസിൽ വളരെ ചുരുക്കമായ നാമമാത്രമായ കേസുകളിൽ കുറച്ച് സൂര്യനെല്ലി പെൺകുട്ടിയുടെ തന്നെ കാര്യം എടുക്കാം. സൂര്യനെല്ലി പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? നീതി കിട്ടിയിട്ടില്ല. ഇപ്പൊ ധർമ്മരാജനെ പോലെയുള്ള അതിനകത്തിലെ അപൂർവം ചില പ്രതികളെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ ആ കേസിൽ പോലും ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം അന്ന് വരെ MP ആയിരുന്ന ആള്, ഈ കേസിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധമായ ഉയർച്ചയും, ആ കേസിന് ശേഷം അദ്ദേഹം വളരെ ഉന്നതമായ പദവികളിലേക്ക് കുതിച്ച്
കയറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം അതിനുശേഷം നമ്മുടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ വരെയാവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ എപ്പോഴും നമ്മള് നമ്മള് സാധാരണ തമാശ വട്ടി പറയും നമ്മുടെ നിയമ സംവിധാനത്തെ പറ്റി. ഒരു അഭിഭാഷകനായ ഞാൻ എങ്ങനെ പറയാമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പറയാം, ഈ വലിയ പ്രാണികൾ പലപ്പോഴും ഈ ചിലന്തി വല പൊട്ടിച്ചു പോവുകയും ചെറിയ പ്രാണികൾ ഈ ചിലന്തി വലയിൽ പെട്ടുപോവുകയും ചെയ്യും. അതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അത് കോടതികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും സിദ്ദിഖിന്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഇടവേള ബാബുവിന്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, മണിയമ്പിള്ള രാജുവിന്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അപ്പുറത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ സമീപത്ത് തന്നെ, നമ്മുടെ വീടിന്റെ സമീപത്ത് തന്നെ, നമ്മുടെ ജില്ലയ്ക്ക് സമീപത്ത് തന്നെ എത്രയെത്ര പീഡനങ്ങൾ, എത്രയെത്ര പീഡന കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കാർക്കെങ്കിലും നീതി കിട്ടിയിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം. എന്നാൽ താങ്കൾ പറഞ്ഞത് ആ തുടക്കത്തിലെ പോയിന്റ്, ഈ സിദ്ദിഖിന് ആശ്വാസം അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ആരാധകർക്ക് ആശ്വാസം എന്ന് പറഞ്ഞ എന്റെ മാധ്യമ ഭാഷ എടുത്ത് ഉപയോഗിച്ചതാണ്. പക്ഷെ ഒരിക്കലും ഇരയ്ക്ക് നീതി ലഭ്യമായില്ല അല്ലെങ്കിൽ പ്രതിക്ക് നീതി കിട്ടിയെന്നൊന്നും ഒരു ജാമ്യാപേക്ഷയുടെ വിധി മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഈ അന്വേഷണം നടക്കുന്നതിനൊടുവിൽ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ നീതിപീഠം അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിധി കുറിക്കപ്പെടുന്നത് ആത്യന്തികമായി. പലപ്പോഴും യെസ് യെസ് പലപ്പോഴും പിന്നെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്ത കേസിൽ ട്രയൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടിയ പല കേസുകളിലും കൺവിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മളെപ്പോഴും നമ്മുടെ സാധാരണ മാധ്യമ വിചാരണ നടത്തുന്നവർക്കും മാധ്യമങ്ങളുടെ അവതാരകർക്കും ഒരു സങ്കല്പമുണ്ട്. ഒരു പ്രതിക്ക് അവകാശമില്ല എന്നുള്ള ഒരു സങ്കല്പം. അത് പലപ്പോഴും ഏറ്റവും കൂടുതൽ കാണുന്നത് പോലീസിനും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കുമാണ്. മാധ്യമങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ പ്രതിക്കും അവകാശമുണ്ട്, പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അവകാശമുണ്ട്. ഒരു കേസിൽ ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് കോടതി മോശമാവുന്നില്ല. ഒരു കേസിൽ ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുമില്ല. പ്രത്യേകിച്ച് 8 വർഷം പഴക്കമുള്ള കേസാണ്. ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെടുക്കാനില്ല. അത്ര സാഹചര്യത്തിൽ ഇത് ഒരു പരിധിവരെ അതിനകത്തിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിധിന്യായമാണ് എന്ന് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.